കൊച്ചിയിൽ അങ്കണവാടിയിൽ 3.5 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമമെന്ന് പരാതി. പോക്സോ വകുപ്പ് പ്രകാരം എളമക്കര പോലീസ് കേസെടുത്തു. അങ്കണവാടിയിൽ സ്ഥിരമായി എത്തിയിരുന്ന 20-കാരനെ പ്രതിയാക്കിയാണ് പോലീസിന്റെ നടപടി. ഇയാൾ ഒളിവിലാണ്. കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് മാതാപിതാക്കൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. സംഭവം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെയും അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, ഈ അങ്കണവാടിയിൽ വെച്ച് ഇത്തരമൊരു സംഭവം ഉണ്ടായതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അവിടെ സ്ഥിരമായി എത്തുന്ന ഒരു 20-കാരനിലേക്കാണ് അന്വേഷണം എത്തിയിരിക്കുന്നത്. അയാളെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അതെങ്ങനെയാണ്? കാരണം അവിടെ അങ്കണവാടിയിൽ ടീച്ചറുണ്ട്, സഹായികളുണ്ട്. അവരൊക്കെ ഉള്ള സമയത്ത് ആണോ ഈ രീതിയിലുള്ളൊരു അതിക്രമം ഉണ്ടായത്? ടോമ്, ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടുത്തെ ഒരു ജീവനക്കാരിയുടെ മകനിലേക്കാണ് അന്വേഷണം ചെല്ലുന്നത്. തീർത്തും ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ് ഇത്. അവിടുത്തെ ഒരു ജീവനക്കാരിയുടെ മകൻ അവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളെല്ലാം തന്നെ ചിലപ്പോഴെങ്കിലും ഇവരുടെ കാര്യങ്ങൾ സഹായിക്കാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ ഇയാൾ ഒളിവിലാണ്. ഈ 20-കാരന് ഒളിവിലാണ് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അയാളെ ചുറ്റി തന്നെയാണ് അന്വേഷണം പോകുന്നത്. കാരണം ഈ കുട്ടി നൽകിയ വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൽ മാതാപിതാക്കൾ വിവരം നൽകുകയും പിന്നീട് എളമക്കര പോലീസ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഇതിൽ ഫോട്ടോ അടക്കം കുട്ടിയെ കാണിച്ച് മനസ്സിലാക്കിയെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ ഇയാൾ ഒളിവിലുമാണ്. അത് അവിടുത്തെ ഒരു ജീവനക്കാരുടെ മകനാണ് എന്ന രീതിയിലേക്കൊരു സ്ഥിരീകരണം വരുന്നുമുണ്ട്. എന്തായാലും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായൊരു കാര്യമെന്നത് തന്നെയാണ്. കാരണം ഈ കുരുന്നുകളെല്ലാം അവിടെ മാതാപിതാക്കൾ അവിടെ ഏൽപ്പിച്ച് പോകുമ്പോഴുണ്ടാകുന്ന ഒരു സുരക്ഷിതത്വ ബോധം, അതിനെ കൂടി തന്നെയാണ് ഇത് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ കുട്ടി 3.5 വയസ്സേ ഉള്ളൂ. അത് ആ കുട്ടിക്ക് ശരീരം വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അത് ബാത്റൂമിലും മറ്റും പോകുമ്പോഴെല്ലാം തന്നെ വലിയ വേദനയോടെയെല്ലാം ഇരിക്കുന്നൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ വീട്ടുകാരെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു എന്താണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു വൈദ്യപരിശോധനയിലേക്ക് അടക്കം പോകുന്നു. വലിയ രീതിയിലുള്ള മുറിവോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷേ ഈ രീതിയിൽ കുട്ടിയെ അത് ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നു. തുടർന്നാണ് അങ്കണവാടിയിലേക്ക് എത്തുകയും ഇത്തരം കാര്യങ്ങൾ വിശദീകരണം ചോദിക്കുകയും ചെയ്തു. പിന്നീട് പരാതിയാവുന്നു. വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് എളമക്കര പോലീസ് പരാതിപ്പെടുകയും ചെയ്യുന്നു. പോലീസ് ശക്തമായ നടപടികളിലേക്ക് വളരെ പെട്ടെന്ന് നീങ്ങുന്നു. പക്ഷേ അപ്പോഴേക്കും തന്നെ ഇയാൾ കടന്നു കളഞ്ഞു എന്നതാണ്. ഇതനുസരിച്ച് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും സ്വമേധയുള്ള ഒരു നടപടിയായിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഇത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ കുട്ടികളെല്ലാം ഇത്തരം അങ്കണവാടികളിലേക്കും മറ്റും ഏൽപ്പിച്ചു പോകുമ്പോൾ അനുഭവപ്പെടുന്നൊരു അരക്ഷിതാവസ്ഥ തന്നെയാണ് ഇത് കാണുന്നത്. ഇതുപോലുള്ള ആളുകൾ ഇത്തരം പരിസരങ്ങളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇത്തരം കേന്ദ്രങ്ങളുമായി ഇടപെടുമ്പോൾ അതിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. കർശനമായ നടപടികളും ഈ കേസുകളിലടക്കം പ്രതീക്ഷിക്കുകയാണ്. പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ടോം, തീർച്ചയായും അസാധാരണമായിട്ടുള്ളൊരു കേസാണ്. സാധാരണ നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിലേക്കും അങ്കണവാടികളിലേക്കും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുമ്പോൾ മാതാപിതാക്കൾ ഉറച്ചു വിശ്വസിക്കുന്ന അവരുടെ സ്കൂളിൽ അവർ പഠിക്കുന്ന സ്ഥലത്ത് സുരക്ഷിതരായിരിക്കുമെന്നാണ്. പ്രത്യേകിച്ച് അങ്കണവാടിയിൽ ഏതാനും കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ. അവിടെ എന്തുകൊണ്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായതെന്ന കാര്യം വിശദമായി തന്നെ പരിശോധിക്കണം. അങ്കണവാടി അധ്യാപികയുടെയും ജീവനക്കാരുടെയും ഭാഗത്ത് ഏതെങ്കിലും ശ്രദ്ധക്കുറവുണ്ടായോ, വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അവർക്കെതിരെയും നടപടി ഉണ്ടാകുമോ? ഡാനി, കൃത്യമായും നടപടികൾ ഉണ്ടാകേണ്ടതല്ലേ ടോം? കാരണം എന്ന് വെച്ചാൽ ഈ രീതിയിൽ ഒരാൾ അവിടെ പെരുമാറുന്നുണ്ടെങ്കിൽ ഇത് മാത്രമാണോ പരാതി? ഒരുപക്ഷെ പരാതിയായിട്ട് വരുന്നത് ഇത് മാത്രമായിരിക്കും. ഇയാൾ മറ്റാരോടെങ്കിലുമൊക്കെ ഈ രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഇതൊരുപക്ഷെ ഒരു
കൃത്യമായി ഇയാളുടെ ഒരു സ്വഭാവ വൈകൃതങ്ങളിൽപ്പെട്ടതായിരിക്കാം. അങ്ങനെയെങ്കിൽ ഇയാൾ അവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണെന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. അതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ, ഈ അംഗനവാടിക്ക് ചുമതലപ്പെട്ടവരെല്ലാം ഇതിന് മറുപടി നൽകേണ്ടതാണ്. കാരണം ഈ അംഗനവാടിയിലേക്ക് എത്തുന്ന കുട്ടികൾ, നമുക്കറിയാം നമ്മുടെ കുട്ടികളെല്ലാം തന്നെ ഈ അംഗനവാടിയിലേക്ക് വിടുന്നെല്ലാം ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളും ആ സമയത്ത് പ്രതീക്ഷിക്കും അവർ കഴിച്ചിട്ടുണ്ടാകാം. ഒരു സമയത്ത് അവർ ഇപ്പോൾ മകൾ അല്ലെങ്കിൽ മകൻ ഭക്ഷണം കഴിച്ച് ഉറങ്ങുകയാകാം. അങ്ങനെയെല്ലാം തന്നെ അവരെ തിരിച്ചവിടെ വിളിക്കാൻ പോകുന്നത് വരെ അവരുടെ ഒരു ടൈം ടേബിള് മാതാപിതാക്കൾ അത് സ്വയം പകർത്തി എപ്പോഴും കുഞ്ഞ് അവിടെയാണെങ്കിൽ കൂടിയും അവരെ ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് ഇപ്പോൾ ഉറങ്ങുകയായിരിക്കാം, ഭക്ഷണം കഴിക്കുകയായിരിക്കാം, കളിക്കുകയായിരിക്കാം എന്നെല്ലാം പറഞ്ഞ് ഒരകലത്തിൽ നിന്ന് അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെയാവും എല്ലാവരും തന്നെ, എല്ലാ മാതാപിതാക്കളും തന്നെ. അപ്പോൾ ഈ സംഭവങ്ങൾ അങ്ങേയറ്റം വേദനാജനകമാണ്. ഇതിൽ കൃത്യമായ നടപടികളടക്കം ഉണ്ടാകേണ്ടതാണ്. ഇതിൽ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചകളും പാടില്ലാത്തതാണ്. കാരണം ഇത് ഒരു അംഗനവാടിയുടെ 3.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടികൾക്ക് നേരെ ഈ രീതിയിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നോക്കിയിരിക്കാനാവില്ല. വൈകാതെ തന്നെ ഇയാൾ പിടിയിലാകുമെന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നുണ്ട്. ഒപ്പം ടോം സൂചിപ്പിച്ചതുപോലെ ഇതിന് ഉത്തരവാദികളാണ്, അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അവിടെയുള്ള ഈ അധ്യാപികമാർ, അതിന് ചുമതലപ്പെട്ടവർ, ഇവരെല്ലാം ഈ കുട്ടികളെ കൊണ്ടാക്കി പോകുമ്പോൾ കൃത്യമായും അവിടെ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ അവിടെ വരുന്നവരാരൊക്കെയാണ്, അവരുടെ സ്വഭാവം എന്താണ് അവരുടെ ട്രാക്ക് റെക്കോർഡ്, ഇതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം കുട്ടികളെ അത്രയോടെ കരുതലോടെ സ്നേഹത്തോടെ കൊണ്ടു നടക്കേണ്ട ഒരു പ്രായത്തിലാണ് ഈ രീതിയിലുള്ള അതിക്രമങ്ങൾക്ക്. നമുക്കറിയാം ഈ അംഗനവാടികളിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെയാണ് ഈ അംഗനവാടികളിലേക്കൊക്കെ പറഞ്ഞയക്കുന്നത്. അവിടെ ഈ സമീപകാലത്ത് പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അംഗനവാടി ടീച്ചറുടെ ഭാഗത്ത്, നായികയുടെ ഭാഗത്തു നിന്നൊക്കെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന സംഭവങ്ങളൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായൊരു മാർഗനിർദ്ദേശം ഇവർക്ക് നൽകേണ്ടതല്ലേ? ഈ പ്രത്യേകിച്ച് ഈ കുട്ടികളെ എങ്ങനെ പരിപാലിക്കണം, അവരോട് എങ്ങനെ ഇടപെടണം, ഈ രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം അതിന് യോഗ്യതയുള്ളവരാണോ, അതല്ലെങ്കിൽ അങ്ങനെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാണോ ഈ ജീവനക്കാർ, അംഗനവാടി ജീവനക്കാരെന്ന കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു പരിശോധനകൾ ആവശ്യമാണ്. ഇതിപ്പോൾ ഒരു പ്രാദേശിക ഭരണകൂടം അതല്ലെങ്കിൽ പഞ്ചായത്ത് വാർഡ് മെമ്പർമാരുടെ ഒരു നിരീക്ഷണത്തിനപ്പുറം ഒരു കൃത്യമായ ഇടപെടലുകൾ, നിരീക്ഷണങ്ങൾ ഈ അംഗനവാടികൾക്ക് മേലുണ്ടോ? ഇല്ലെങ്കിൽ അത്തരമൊരു ഇടപെടലുകൾക്ക് ആവശ്യമല്ലേ? തീർച്ചയായും വേണം കേട്ടോ. കാര്യം വെച്ചാൽ ഇതൊരു നിരീക്ഷണം വേണം. ഈ സംഭവങ്ങളെല്ലാം തെളിയിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ അംഗനവാടിയിലുള്ളവരെ അമ്മമാരെന്നും എല്ലാം തന്നെയാണ് വിശേഷിക്കുന്നത്. അവർക്ക് കുട്ടികളെ നോക്കാൻ ഒരു പ്രത്യേക പരിശീലനമൊന്നും അവർക്ക് വേണ്ടതില്ല. പക്ഷേ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇവരിൽ നിന്നെല്ലാം തന്നെ മർദ്ദനമേൽക്കുന്നതെല്ലാം നമ്മൾ നേരത്തെയും തന്നെ വാർത്തയായിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ സാഹചര്യങ്ങളായിരിക്കാം, എന്തായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അത് കുട്ടികളുടെ നേർക്കല്ല അത് തീർക്കേണ്ടത്. ഒരിക്കലും അതിനെ ന്യായീകരിക്കാനും കഴിയില്ല. ഇവർക്ക് കൃത്യമായ ഒരു കൗൺസിലിംഗ് കാര്യങ്ങളും എല്ലാം തന്നെ ഇവർക്ക് നൽകേണ്ടതുണ്ട്. അങ്ങനെ ഈ കുട്ടികളെ പരിപാലിക്കുക എന്നതിന് അമ്മമാർക്ക് പ്രത്യേക പരിശീലനം ആവശ്യമില്ല എങ്കിൽ കൂടിയും ഇതൊരു കൂടുതൽ കുട്ടികൾ ഒരുമിച്ച് പരിരക്ഷിച്ച് അവരുടെ ഒരു സ്വഭാവ രൂപീകരണം അടക്കം നൽകേണ്ട രീതിയിലാണ് ഉള്ളത്. ആ ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരാളെയല്ല, ഒരു കൂട്ടം കുട്ടികൾ അവിടെ ഉണ്ടാകും. അവർ വിവിധ സാഹചര്യങ്ങളിൽ നിന്നും സൗകര്യങ്ങളിൽ നിന്നും വരുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവരെ നോക്കുമ്പോൾ കൃത്യമായും ഈ ആയമാർക്ക് അല്ലെങ്കിൽ ടീച്ചർമാർക്ക്, അവിടെയുള്ളവർക്ക് കൃത്യമായ രീതിയിലുള്ളൊരു ക്ലാസ്സും കാര്യങ്ങളും എല്ലാം തന്നെ വേണ്ടതാണ്. കാരണം കുട്ടികൾ പല രീതിയിൽ പെരുമാറുമ്പോൾ അതെല്ലാം തന്നെ നോക്കി നടത്തി അവരെ മുന്നോട്ട് കൈപിടിക്കേണ്ടവരാണ്. കൃത്യമായൊരു കൗൺസിലിംഗ് വേണം, മാർഗനിർദ്ദേശങ്ങൾ വേണം. ഈ സംഭവങ്ങൾ തീർത്തും ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ല. കുട്ടികളുടെ നേർക്ക് ആ രീതിയിൽ അതിക്രമങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അവിടേക്ക് കടന്നു വരേണ്ടവർ മാത്രം ആ ഹാളിലേക്ക്, അല്ലെങ്കിൽ അവർ ഒരു പഠിപ്പിക്കുന്ന ഇടങ്ങളിലേക്ക്, അല്ലെങ്കിൽ അവരെ ഭക്ഷണം കഴിപ്പിക്കുന്ന, കിടത്തി ഉറക്കുന്ന ആ ഒരിടങ്ങളിലേക്ക് ഇവരല്ലാതെ മറ്റാരും തന്നെ കടന്നു ചെല്ലാൻ പാടില്ല. അത് എന്ത് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ കൂടിയും ആരുടെ ഈ ജീവനക്കാരുടെ ആരുടെ മകനോ ആരെങ്കിലും ആണെങ്കിൽ കൂടി അവരെ ഒന്നും ആ രീതിയിലേക്ക് അത്തരമിടങ്ങളിലേക്ക് അടുപ്പിക്കാൻ പോലും പാടില്ല. ആ രീതിയിലുള്ള നിഷ്കർഷകൾ കൊണ്ടുവരണം. അവിടേക്ക് പെരുമാറേണ്ടവർ, അവരുടെ സ്വഭാവം എന്താണ്, അത്തരം ഒരു കാര്യങ്ങൾ കൂടി, അത്തരം ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കൂടി ഇതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ കുട്ടികൾ ഇത്തരം കേന്ദ്രങ്ങളിൽ വളരെ സുരക്ഷിതമായിട്ട് കഴിഞ്ഞു പോകണം. അത്തരം അരക്ഷിതാവസ്ഥകൾ സൃഷ്ടിക്കപ്പെടേണ്ട ഇടങ്ങളായിട്ട് ഈ ഇത്തരം കേന്ദ്രങ്ങൾ മാറരുത് ഒരിക്കലും. ടോം. യെസ്, വ്യക്തമാണ്.
ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.